ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിനിക്ക് തരുന്ന അസുലഭമായിരിക്കുന്ന ഈ സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്തസന്നിധിയിൽ ദൈവവചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും സ്വർഗത്തിൽ നിന്ന് അരിഞ്ഞ പുൽപ്പുറത്തേക്ക് പെയ്തിറങ്ങുന്ന ചാറൽ മഴ പോലെ എൻ്റെ ഹൃദയത്തിനകത്ത് തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ ഓരോരോ ചിന്തകൾ ദൈവിക ദൂതായി എവിടെയൊക്കെയോ വ്യാകുലപ്പെട്ടും ആകുലതയോടും ഇരിക്കുന്ന ദൈവമക്കൾക്ക് ധൈര്യവും പ്രത്യാശയും പകരുവാൻ, ഓരോ വിഷയങ്ങളെ ജയിപ്പാനുള്ള കൃപ നമുക്ക് പകർന്നു തരുവാൻ, തിരുവെഴുത്തിൽ നിന്ന് തിരുവചനം നമുക്ക് വിഭജിച്ചു തരുന്ന നമ്മുടെ കർത്താവിന് ഒരുപാട് നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് എല്ലാ പുകഴ്ചയ്ക്കും കാരണഭൂതനായ കർത്താവിന് ഒരിക്കൽ കൂടി മനം തുറന്ന് സന്തോഷത്തോടെ സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഇതിനായിട്ടാണ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് തിരുവെഴുത്തിലൂടെ ദൈവം ഫറവോനോട് അരുളി ചെയ്യുന്നു. റോമാലേഖനത്തിലെ 9, 10, 11 അധ്യായങ്ങൾക്കകത്ത് പൗലോസ് ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്കുള്ള സാധ്യതകൾ തേടുകയാണ്. അതിനകത്ത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നൊരു ഭാഗം ഇവിടെ അടർത്തി ചേർത്തിരിക്കുന്നതാണ് ഇന്ന് ചിന്തയ്ക്കായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തരാനിടയായത്. ഫറവോനെ ദൈവം നിർത്തിയിരിക്കുകയാണ്. ആ വാക്ക് തന്നെ ഇരുത്തി ചിന്തിച്ചാൽ ഗംഭീരമാണ്. ഫറവോൻ്റെ കഴിവുകൊണ്ട് ഫറവോൻ നിൽക്കുന്നതല്ല, ദൈവം അവിടെ നിർത്തിയിരിക്കുന്നതാണ്. കുറച്ചുകൂടെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയില്ലേ, ഈ പ്രശ്നങ്ങളെയൊക്കെ ദൈവത്തിങ്ങനെ ഊതിക്കളയാനുള്ളതുള്ളൂ, ദൈവത്തിനിങ്ങനെ വിരലുകൊണ്ടിങ്ങനെ ഞൊട്ടിത്തെറിപ്പിച്ച് കളയാനുള്ളതുള്ളൂ. ഫറവോനെ വേണമെങ്കിൽ ഇസ്രായേൽ മക്കളെ വെടിവിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സമയമായപ്പോൾ ഈ മോശയെ വിട്ട് 10 ബാധകൾ അയച്ചോ പലവട്ടം അവിടെ ചെന്ന് കാല് പിടിക്കുന്നത് പോലെ ഫറവോൻ ഈ അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ മോശ ചെന്ന് കൂടെ ചെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് അതുപോലെ ചെന്ന് വക്കീൽ പഠിപ്പിച്ചു വിടുന്നത്, കോടതിയിൽ പറയുന്നത് പോലെ മോശ ചെന്ന് ഫറവോനോട് പറയുന്ന ഒരുപാട് രംഗങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ നമ്മൾ? ഇങ്ങനെ ഫറവോൻ അഹങ്കാരിയായി തലക്കനത്തോടുകൂടെ സിംഹാസനത്തിലിരുന്ന് കുറേ നാളുകൾ ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ വിടുതലിൻ്റെ സമയം താമസിപ്പിക്കുക. പല പ്രാവശ്യം മോശ കടന്ന് എന്ന് പറയുമ്പോഴെല്ലാം ഒരു തരം ആക്ഷേപം, പുച്ഛം, യഹോവ ആരാന്ന് എനിക്കറിയില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഫറവോൻ അഹങ്കരിക്കുകയാണ്. ഈ അഹങ്കാരത്തിൻ്റെ ധ്വനിയിൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, ദൈവം ഇത്ര പരമാധികാരിയാണ്, ദൈവം എത്ര അധികാരശക്തിയുള്ളവനാണ്, ആ ദൈവത്തിന് ഒറ്റ വാക്കുകൊണ്ടില്ലാതാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ വാക്യത്തിലൊരു മാർമിക രഹസ്യം കിടക്കുകയാണ്. എന്താ രഹസ്യം? ഫറവോനെ എന്തിനാണ് ദൈവമായ കർത്താവ് ഒറ്റ ഊത്തിന് പൊടി ഊതിക്കളയുന്നത് പോലെ ഊതിക്കളയാനുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ ഒരു ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ കമ്പ് ഒടിഞ്ഞ് താഴെ വീഴുന്നത് പോലെ ഒടിഞ്ഞ് വീഴാനുള്ളതേ ഉള്ളൂ ദൈവം നോക്കിയാൽ. പിന്നെ എന്തിനാണ് മസിൽ പിടിച്ച് പ്രതിയോഗിയായി ചെങ്കടലിൻ്റെ തീരം വരെ അഹങ്കാരത്തോടുകൂടെ ഫറവോനെ ദൈവമായ കർത്താവ് നിർത്തിയത്? ഇസ്രായേൽ മക്കളും മോശയൊക്കെ ഒരുപാട് ചങ്കിടിപ്പോടെ ഈ ചെങ്കടൽ തീരത്ത് ഇതിന് മാത്രം ജനം കരഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, മോശയ്ക്കെതിരെ പിറുപിറുത്തല്ലോ, എന്തിനാ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ എന്നൊക്കെ ചോദിച്ച് കരയുന്ന ആ രംഗമൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്തിനാ? കൊട്ടാരത്തിൽ വെച്ച് തട്ടിക്കളഞ്ഞിട്ടങ്ങ് പോന്നായിരുന്നെങ്കിൽ അതിന് ദൈവത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ദൈവം അവിടെ ഒന്നും വെച്ച് 1-ാം ഘട്ടം മുതൽ ഈ ലാസ്റ്റ് രംഗം വരെ ഒരു വലിയ നോവൽ വായിച്ചു തീരുന്നത് പോലെ ഫറവോൻ്റെ ചരിത്രം ഇത്ര വലിച്ചു നീട്ടി ദൈവം പിന്നെയും അവിടെ തന്നെ ആ സിംഹാസനത്തിൽ, ആ കൊട്ടാരത്തിൽ തന്നെ ദൈവം നിർത്തിയത് എന്തിനാണെന്ന് ഈ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിരിക്കുന്നത് പൗലോസ് കണ്ടുപിടിച്ചു. എന്നിട്ട് റോമാലേഖനത്തിൽ കൊണ്ടുവന്ന് അത് നമുക്കൊക്കെ വേണ്ടി എഴുതിയിരിക്കുക.
ആശ്ചര്യകരമായിരിക്കുന്ന വാക്യത്തിനകത്തുനിന്ന് ചില കാര്യം ഇന്ന് നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ഫറവോൻ എന്ന വ്യക്തിയെ വിട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫറവോൻ ഒരു പ്രശ്നമാണ്, ഫറവോൻ ഒരു പ്രതികൂലമാണ്, ഫറവോൻ ഒരു പ്രതിസന്ധിയാണ്, ഫറവോൻ ഒരു പ്രയാസമാണ്, ഫറവോൻ ഒരു പ്രതിയോഗിയാണ്, ഒരു പ്രതിരോധമാണ്. അല്ലേ? ദൈവജനത്തെ സംബന്ധിച്ച് ഫറവോൻ ഒരു അനുകൂലിയല്ല, ഒരു പ്രതിയോഗിയാണ്, ഒരു പ്രതികൂലമാണ്, ഒരു പ്രതിരോധമാണ്, ഒരർത്ഥത്തിലൊരു പ്രയാസമാണ്. കാണുന്നതേ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. ഇങ്ങനെ ദൈവമക്കളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, ചില ആളുകളൊക്കെ ഇതുപോലെ പ്രശ്നമാണ്, പ്രതികൂലമാണ്, പ്രതിസന്ധിയാണ്, പ്രതിരോധിയാണ്, പ്രതിയോഗിയാണ്. അങ്ങനെ നമുക്കൊക്കെ കണ്ടേക്കാം ഇതുപോലെ ഏതെങ്കിലും ഒരു ഫറവോൻ വിട്ടുതരാത്ത, പിടിച്ചു വയ്ക്കുന്ന, അഹങ്കാരം പറയുന്ന, ധാർഷ്ട്യത്തോടെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ അടിമത്തത്തിൻ്റെ വ്യവസ്ഥായം നടത്തുന്ന അത്ര ശക്തമായിരിക്കുന്ന ചില ശക്തികളൊക്കെ കണ്ടേക്കാം. നമുക്ക് പലപ്പോഴും തോന്നും, ഇത്ര നല്ല ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ, ഇത്ര നല്ല ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, ദൈവം എന്താണ് നമ്മുടെ പ്രതികൂലത്തോട് ഇടപെടാത്തത്? നമ്മുടെ പ്രതിയോഗിയോട്, നമ്മുടെ പ്രതിസന്ധിയോട്, നമ്മുടെ പ്രശ്നത്തോട് ദൈവം ഇങ്ങനെ ഒരു ലേസിയായി, ലാഘവത്തോടെ ഊതിക്കളയാവുന്ന വിഷയമുള്ളൂ. ദൈവമേ, നീ ഇന്നെങ്കിലും ഒന്ന് ഇടപെടണേ എന്നൊക്കെ നമ്മൾ കരഞ്ഞിട്ടും ദൈവം അതിനകത്തൊന്നും തയ്യാറാകാതെ ഫറവോനെ നിർത്തിയിരിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ചില കണ്ണുനീരിന് കാരണമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെ നിർത്തിയിരിക്കുക. എന്തിനാ ദൈവമേ ഇങ്ങനെ ഞങ്ങളെ കരയിപ്പിക്കാൻ, ഇങ്ങനെ ഞങ്ങളെ ഭാരപ്പെടുത്താൻ എന്നൊക്കെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തോന്നുമ്പോൾ, ദൈവത്തിന് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നൊരു മറുപടി ഉണ്ടല്ലോ. അതാണല്ലോ ഈ 9:17 ദൈവം എഴുതിയിരിക്കുന്നത്. ദൈവം പറയുക, ഇതൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതല്ല, ഒരു പ്രവാചകന് തോന്നിയതല്ല, ഒരു സഭക്കാരെല്ലാം കൂടി ഇതായിരിക്കുമെന്ന് അനുമാനിച്ചതല്ല. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഫറവോനെ ഒറ്റ വെട്ടിന് തീർക്കാത്തത്, ഒറ്റ തൊഴിക്ക് തെറിപ്പിച്ച് കളയാത്തത്, ഒറ്റ തള്ളിന് മറിച്ചിടാത്തത് എന്തുകൊണ്ടാണെന്ന് അവിടെ എഴുതിയിരിക്കുക. 2 കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, നിന്നെ നിർത്തിയിരിക്കുന്നതിൻ്റെ പുറകിലെ ഒരു കാര്യം, എനിക്കെൻ്റെ ശക്തി കാണിക്കണം. 2, എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടണം. ഈ 2 കാര്യങ്ങൾ ദൈവം കണ്ടിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരാത്തത്. നമുക്ക് തോന്നിയേക്കാം അത് കൊള്ളാലോ, ദൈവം ഒരു മുഖപക്ഷം കാണിക്കുകയാണോ, അതല്ല നമ്മളെ വെച്ചുകൊണ്ട് ദൈവം പേരുണ്ടാക്കുവാണോ? അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. പിന്നെയോ, ഒരു പ്രതിസന്ധിയും പ്രശ്നമുള്ളപ്പോഴാണ് ദൈവം എന്ന ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് ബോധ്യമാകുള്ളൂ. എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? വെളിച്ചത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇരുട്ടുണ്ടാകണം. ഇരുട്ടുള്ളപ്പോഴേ വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, ചില ഈ വെളിച്ചമെന്ന് പറയുന്നത് ഇരുട്ടിനെ മാറ്റുന്ന ഒരു ലാമ്പ്, ലൈറ്റ് വെളിച്ചം മാത്രമല്ല. വെളിച്ചം തന്നെ എത്രയോ തരത്തിലുണ്ട്. ഇലൂമിനേറ്റ് ചെയ്യുന്ന, മനോഹരമായി അലങ്കരിക്കപ്പെടുന്ന, കളർഫുള്ളായിരിക്കുന്ന പലതുമില്ലേ? നല്ല മഴക്കാറുള്ള അന്തരീക്ഷത്തിലാണ് മഴവില്ല് നന്നായി തെളിയത്തുള്ളൂ. കണ്ടിട്ടില്ലേ? സൂര്യൻ ഉദിച്ച് കത്തിക്കാളി നിൽക്കുന്ന ഒരു വെള്ളമേഘങ്ങൾക്കിടയിൽ ചിലപ്പോൾ മഴവില്ല് അത്രത്തോളം തെളിഞ്ഞു വന്നെന്നിരിക്കില്ല. പശ്ചാത്തലങ്ങളിൽ കരിമേഘങ്ങൾ ഇരുണ്ട് കൂടുമ്പോൾ അപ്പോഴാണ് നമുക്കതിൻ്റെ സയൻറ്റിഫിക്കായിരിക്കുന്ന വശമല്ല ഈ പറയുന്നത്. ശരിക്കും ഇരുണ്ടുകൂടിയ ഒരു കാർമേഘത്തിനിടയിലാണ് മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളും ശരിക്കും തെളിഞ്ഞു വരുന്നത്. ഇലൂമിനേറ്റ് ചെയ്യപ്പെടുന്ന മനോഹരമായിരിക്കുന്ന ഒരു വീട് അലങ്കരിക്കപ്പെട്ടിരിക്കുക, പുറമെ ഒരുപാട് തരം കളർ ലൈറ്റുകളുമായി. അത് ശരിക്കും ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ വെട്ടങ്ങളും ഓഫ് ചെയ്യണം. എന്നിട്ട് ഇരുട്ടിൻ്റെ ഒരു വലിയ പിടിയുണ്ടാകണം. അപ്പോഴാണ് ഇത് ശരിക്കും മിന്നിത്തിളങ്ങുന്നത്. വെളിച്ചത്തിൻ്റെ പെർഫോമൻസ് ഇരുട്ടിലാണ് ശരിക്കും വരുന്നത്. ഞാനീ പറയുന്നത് നിങ്ങളിൽ പലരോടുള്ള വിഷയത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദൈവമുണ്ട്, നമ്മളിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ നാമം മഹത്വമുണ്ട്. ഇതൊക്കെ വെളിപ്പെട്ട് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏതൊക്കെയോ പ്രതിസന്ധികൾ, പ്രതിയോഗികൾ, പ്രതികൂലങ്ങൾ നമുക്കെതിരെ വരുമ്പോഴാണ്. ഇന്ന് ഈ വാക്യത്തെ നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കാമോ?
നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുമ്പോഴേക്കും ഈ വാക്യത്തെ നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താമോ? കുറച്ചു നേരം ഈ വാക്യം വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കാമോ? എൻ്റെ വിഷയം എന്താണ്? എൻ്റെ പ്രതിയോഗി ആരാണ്? എനിക്കെതിരെ ആരാണ് ഈ പ്രവർത്തിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇതെന്താണ്? ആരൊക്കെ കൂട്ടുകെട്ടുണ്ടോ എന്ന് തപ്പി നിൽക്കാതെ നിങ്ങൾ ഈ ബൈബിൾ തുറന്ന് റോമാലേഖനം 9-ാം അധ്യായം എടുത്തു വെച്ച് 17-ാം വാക്യം ഒന്ന് ധ്യാനിക്കാമോ? എന്നിട്ട് നിങ്ങൾക്ക് ആത്മാവിൽ പറയാമോ? ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിലൊരു പ്രശ്നമായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞിൽ വന്നിരിക്കുന്ന നിൻ്റെ മക്കളിൽ വന്നിരിക്കുന്നൊരു പ്രതിസന്ധിയായിരിക്കാം, ഒരുപക്ഷെ നീ ശുശ്രൂഷകനായിരിക്കാം. അങ്ങ് എന്ന് ഞാൻ പറയാം, ശുശ്രൂഷകനായിരിക്കാം. അങ്ങയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രശ്നം, ഇത്രയും ആത്മാർത്ഥമായിട്ടും ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, ഈ ജനത്തിന് വേണ്ടി നിന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ചിലപ്പോൾ ഒറ്റയാൻ വ്യവസ്ഥയായിരിക്കാം എതിരെ നിൽക്കുന്നത്. എന്താ കർത്താവേ എന്നുള്ള ചോദ്യം ഇന്നും ഈ ഓഗസ്റ്റ് അവസാനവും നമ്മുടെ ഹൃദയത്തിൽ കണ്ടേക്കാം. പക്ഷെ ഒരു കാര്യം, ഈ വാക്യത്തിൽ നിന്ന് ദൈവം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്കെൻ്റെ ശക്തി വെളിപ്പെടുത്തണം. ആ ശക്തി വെളിപ്പെടുത്തണമെങ്കിൽ ഈ ശക്തി ആർക്കെങ്കിലുമൊക്കെ ആവശ്യം. ദൈവമക്കൾക്ക്, ഇസ്രായേൽ ജനത്തിന് അവരുടെ ശക്തി കൊണ്ട് കഴിയാതെ വന്ന ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് ഫറവോൻ അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ടി വന്നത്. ചിലപ്പോൾ മരുന്ന് പോലുമില്ലാത്ത വിഷയം, പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം, നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങാത്ത കാര്യം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സർവശക്തൻ്റെ ശക്തിയുടെ പ്രതാപം എത്ര വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നിമിത്തമാണ് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കാൻ പറ്റും. സത്യത്തിൽ ഈ ചെങ്കടൽ പിളർക്കപ്പെടുമ്പോഴാണ് അന്നത്തെ കാലത്ത് ലോകത്തിലെ സകല ആളുകളും, അതുകൊണ്ടാണ് ചെങ്കടൽ പിളർന്ന വിവരം യോശുവ ഒറ്റുകാരെ അയക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ കേട്ടു. എന്ത് കേട്ടു? നിങ്ങൾ ചെങ്കടൽ പിളർന്നപ്പോഴേ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കടൽ പിളർന്നത് ഞങ്ങൾ അറിഞ്ഞു, അന്ന് ഞങ്ങളുടെ മനസ്സുരുകാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. എന്താ കാര്യം? ചെങ്കടൽ പിളർന്നപ്പോൾ ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. ചില വിഷയങ്ങൾ മുമ്പിൽ വരുന്നത്, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരെ തടസ്സമായി നിൽക്കുന്നത് നിങ്ങളെ ഉലച്ചു കളയാനല്ല, ദൈവനാമം മഹത്വമെടുപ്പാൻ, ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ. ആ വിഷയത്തെയൊക്കെ മുറുകെ പിടിച്ചിട്ട് അങ്ങനെ ഈ വാക്യം വെച്ചൊന്ന് ജയിക്കാമോ? ഒന്ന് പറയാമോ? കർത്താവ് ചെയ്യും. ഫറവോനെ നിർത്തിയത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിനക്ക് വിരോധമായി, ചില പ്രതികൂലങ്ങളെ നിർത്തിയിരിക്കുന്നത് തകർക്കാനല്ല, കുറേയും കൂടി കരയിപ്പിക്കാനല്ല, പിന്നെയോ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഈ വിഷയത്തിൽ ദൈവനാമം പ്രസിദ്ധമാകും നിങ്ങളുടെ ചാർച്ചക്കാരെയും കുടുംബക്കാരുടെ ഇടയിൽ. അതിന് സ്വർഗം തയ്യാറാകുകയാണ്. ഇനി അധികം താമസിക്കത്തില്ല. അത്ഭുതങ്ങളിലേക്ക് ദൈവം നയിക്കട്ടെ. ഈ വാക്യം നിങ്ങളുടെ സ്വന്തമാക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഒരുപാട് വിഷയങ്ങളെ ഈ വാക്യം കൊണ്ട് ജയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഫറവോനെ ദൈവം എന്തിനാണ് ഇത്രയും ലോങ് ടൈം നിർത്തിയത്? ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയം കുറേ നാളുകൾ ദൈവം നിർത്തിയത് എന്തിനാണ് എന്ന് പൗലോസ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഈ വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവമക്കൾക്ക് കൊടുത്തതൊരു അനുഗ്രഹമാക്കണമേ. ചിലർ കാര്യം ഗ്രഹിക്കട്ടെ, ഈ വാക്യത്തിൽ പറഞ്ഞത് തന്നെ സംഭവിക്കട്ടെ. കുറേ നാളുകളായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ദൈവശക്തി കാണട്ടെ, തിരുനാമം മഹത്വമെടുക്കട്ടെ. കുടുംബങ്ങളിലും വ്യക്തികളിലും ശുശ്രൂഷകരിലുമെല്ലാം ഇത് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.